അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനിങ്ങളെ. മക്കളെ ലാളിച്ച് കൊഞ്ചിച്ച് വളർത്തുന്നവരാണോ നിങ്ങൾ? അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ ഈ ഒരു വീഡിയോ മുഴുവനായി കാണണം. നിങ്ങൾക്ക് പഠിക്കാനുള്ള ചില കാര്യങ്ങൾ നമ്മൾ ഇതിലൂടെ പറയുന്നുണ്ട്. ലാളിച്ച് കൊഞ്ചിച്ച് വളർത്തിയ പൊന്നുമോൻ സ്വന്തം മാതാവിലൂടെ അവൻ്റെ കാമഭ്രാന്ത് തീർത്ത മകൻ്റെ കഥ ഞാൻ നിങ്ങളുടെയൊക്കെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് അതല്ല പ്രിയപ്പെട്ടവർ. അത് പറയുന്നതിന് മുമ്പ് ഒരു മോൾക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടതുണ്ട്. ആരും മുഷിപ്പ് തോന്നരുത്, എല്ലാവരും ദുആ ചെയ്യണം. 12 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. നസ്ല നജ്മ ഫാത്തിമ പടച്ച റബ്ബിലേക്ക് മടങ്ങിയിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ചെറിയ പ്രായം മാത്രമേ ഉള്ളൂ. കോട്ടക്കലിൽ ആലിൻ ചുവട് സ്വദേശി പരിയാരത്ത് അബ്ദുൽ മജീദിൻ്റെ മകളാണ്. മരണപ്പെട്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. പടച്ച റബ്ബേ, ചെറിയ മോളാണ് റബ്ബേ. ആ മോൾക്ക് നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. ആ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കണേ അല്ലാഹ്. പെട്ടെന്നുള്ള അപകട മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കണേ അല്ലാഹ്. മക്കൾ മരണപ്പെട്ടാലുള്ള മാതാപിതാക്കളുടെ അവസ്ഥയാണ് ഞാൻ ചിന്തിക്കുന്നത്. പടച്ച റബ്ബേ, ആ മാതാപിതാക്കൾക്ക് നീ നാളെ മുന്നോട്ടുള്ള ജീവിതം റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബേ. അവരുടെ മനസ്സ് മാറാതെ നീ നോക്കണേ റബ്ബേ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യണം. പ്രത്യേകിച്ച് ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും ലഭിക്കാൻ എല്ലാവരും ദുആ ചെയ്യണം. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും ഓതി ഹദിയ ചെയ്യുക. മാതാവിലൂടെ കാമഭ്രാന്തം തീർത്ത മകൻ്റെ കഥ ഞാൻ നിങ്ങളുടെയൊക്കെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. ഇന്നലെ സംഭവിച്ചത് ഏവരെയും ഞെട്ടിക്കുന്ന ആ ഒരു സംഭവമായിരുന്നു. ലാളിച്ച് കൊഞ്ചിച്ച് വളർത്തിയ ആ പൊന്നുമോൻ്റെ കൈകൊണ്ട് തന്നെ അമ്മയുടെ മരണം സംഭവിക്കുകയാണ്. കഴുത്തറുത്ത് കൊന്നുകളഞ്ഞു ആ ചെറുക്കൻ. ആ പിതാവ് തളർന്നു പോയിരിക്കുകയാണ്. ആ പിതാവ് ഇപ്പോൾ ഉള്ളത് വല്ലാത്തൊരവസ്ഥയിലാണ് പ്രിയപ്പെട്ടവരെ. ഇതിനൊക്കെ കാരണം എന്താണ്? അത് തന്നെ, സ്വന്തം മാതാവിനോട് കാമഭ്രാന്ത് തോന്നണമെങ്കിൽ എന്തായിരിക്കും? സ്വന്തം മാതാവിനെ അതിക്രൂരമായി കൊലപ്പെടുത്തണമെങ്കിൽ അതിൻ്റെയൊക്കെ കാരണം എന്താണ്? അതിൻ്റെയൊക്കെ റീസൺ എന്താണ്? അത് തന്നെ ലഹരി. ലഹരിക്ക് മുന്നിൽ സ്വന്തവും ബന്ധവും ഒന്നുമല്ലാതായി തീരുകയാണ്. പേടിക്കണം, മക്കൾ പേടിക്കണം. മക്കൾ ചതിക്കുന്ന കാലഘട്ടത്താണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിച്ചു പോകുന്നത്. സ്നേഹിച്ച് കൊഞ്ചിച്ച് ലാളിച്ച് ഒക്കത്ത് കടത്തിയാൽ സ്വന്തം അമ്മക്ക് പോലും ഗർഭപാത്രം ഉണ്ടാക്കുന്ന മക്കളാണ് ഇപ്പോൾ ജനിച്ചു പോകുന്നത്. എല്ലാത്തിനും കാരണക്കാര് നമ്മളായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? മക്കളെ സ്നേഹിച്ചോ, പക്ഷേ ലാളിക്കരുത്. അധികം ലാളിച്ച് കൊഞ്ചിച്ച് വഷളാക്കരുത്. ലാളനയാണ് ഇതുപോലുള്ള അവസ്ഥയിലേക്ക് നമ്മുടെ മക്കളെ എത്തിപ്പെടുത്തുന്നത്. സ്നേഹിക്കണം, മക്കളെ സ്നേഹിക്കണം. മക്കൾക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവനും ജീവിതവും അവർ തന്നെയാണ്. നമ്മുടെ മക്കൾ പാവമാണ്. നമ്മുടെ മക്കൾ അങ്ങനെയൊന്നും ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. നമ്മുടെ മക്കൾ പാവം തന്നെയാണ്. പക്ഷെ നമുക്ക് മനസ്സിലാവില്ല, ഈ ഒരു സാധനത്തിന് മണമോ രുചിയോ ഒന്നും തന്നെ ഇല്ല. ഇത് ഉപയോഗിക്കാൻ എളുപ്പം, വാങ്ങിക്കാൻ എളുപ്പം, പെട്ടെന്ന് പണക്കാരനാകാനും എളുപ്പം, ഇത് വിപണിയിൽ എത്തിക്കാനും എളുപ്പം, വാങ്ങിക്കാനും എളുപ്പം, ഉപയോഗിക്കാനും എളുപ്പം. ഇത് നിയമത്തിൻ്റെ മുന്നിൽ പിടിക്കപ്പെട്ടാൽ അതും എളുപ്പം. 3 മാസം കൊണ്ട് പുറത്തിറങ്ങുകയാണ്. മക്കൾക്ക് ഭയമില്ലാതായിരിക്കുകയാണ് ഇത് വിൽക്കാനും ഉപയോഗിക്കാനും. പിന്നെ എങ്ങനെയാണ് നാട് നന്നാവുക? ഇതിൻ്റെ ഉറവിടം സ്റ്റോപ്പ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. നമ്മൾ നമ്മുടെ മക്കളെ ശ്രദ്ധിക്കുക, ലാളിച്ച് കൊഞ്ചിച്ച് വഷളാക്കാതിരിക്കുക. ഒരു സുഹൃത്തിനെ പോലെ കാണുക മക്കളെ. ഇന്നത്തെ മക്കൾക്ക് അതാണ് ഇഷ്ടം. സുഹൃത്തുക്കളെ പോലെ പെരുമാറുമ്പോഴാണ് അവരുടെ എല്ലാ കള്ളത്തരങ്ങളും നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ചതിക്കും, മക്കൾ ചതിക്കും. അമ്മയെ കൊന്ന ഈ മകൻ ചോരമണക്കുന്ന വസ്ത്രങ്ങളുമായി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കീഴടങ്ങുകയാണ്. എന്നിട്ട് അവരോട് വിളിച്ചു പറയുകയാണ്, ഞാൻ ഇങ്ങനെ ആകാനുള്ള കാരണം എൻ്റെ അമ്മയാണ്, എൻ്റെ മാതാപിതാക്കളാണെന്ന്. തന്നെടോ, നിന്നെ ഇങ്ങനെ ആക്കിയത് നിൻ്റെ മാതാപിതാക്കൾ തന്നെ. ലാളിച്ചു കൊഞ്ചിച്ചു വളർത്തി, കാല് വളരുന്നുണ്ടോ കൈ വളരുന്നുണ്ടോ എന്ന് നോക്കി വളർത്തി. പക്ഷെ മകൻ്റെ വയറാണ് വീർത്തുപോയത്. അത് അമ്മ കണ്ടില്ലായിരുന്നു. ആ പാപം സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവുമോടോ നീ ഇങ്ങനെ ചെയ്യുമെന്ന്? പ്രിയപ്പെട്ടവരെ, മക്കളെ ലാളിക്കരുത്, സ്നേഹിക്കണം. പേരാവൂറാണ് ഈ സംഭവം നടന്നത്. ഞാൻ അമ്മയെ കൊന്നു എന്ന് വളരെ നിസാരമായി പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. എനിക്കിനി അച്ഛനെ കൂടി കൊല്ലണമെന്ന്. ലഹരിയുടെ കാണാക്കയങ്ങളിൽ വീണ് വിവേകം നശിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെയൊക്കെ മക്കൾക്ക്. സ്വന്തം അമ്മയെ കൊലപ്പെടുത്തിയതിന് ശേഷം ഒരു കൂസലുമില്ലാതെ നടന്നു പോവുകയാണ് ചെറുക്കൻ. എന്നിട്ടൊരു കൂസലുമില്ലാതെ മൊഴിഞ്ഞു പോവുകയാണ്, അച്ഛനെ കൂടി എനിക്ക് കൊല്ലണമെന്ന്. ആ പാവം മനുഷ്യൻ തളർന്നു പോയിരിക്കുകയാണ്. മരണപ്പെട്ടിരിക്കുന്നത് മഹിളാ മോർച്ച ജില്ലാ കമ്മിറ്റി അംഗം ഗീതമ്മയാണ് മരണപ്പെട്ടത്. 50 വയസ്സാണ് പ്രായം. സംഭവങ്ങളൊക്കെ നടത്തിയതിന് ശേഷം ക്രിസ്റ്റി എന്ന ഈ ഒരു ചെറുക്കൻ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത മൊഴികളാണ് ആളുകളെയൊക്കെ വല്ലാതെ ഞെട്ടിച്ചിരിക്കുന്നത്. ഒരു കൂസലുമില്ലാതല്ലേ പറഞ്ഞിരിക്കുന്നത്. ലഹരി എന്ന ഈ ഒരു വിപത്ത് മനുഷ്യനെ എങ്ങനെ മൃഗീയമാക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന സാക്ഷ്യപത്രമാകുകയാണ് ഈ ഒരു ചെറുക്കൻ. സംഭവം നടന്നിരിക്കുന്നത് ഇങ്ങനെയായിരുന്നു. വെള്ളിയാഴ്ച രാത്രി 10:30 കൊളക്കാട് താന്നിക്കുന്നിനെ വിറങ്ങൊലിപ്പിച്ച
ആ ഒരു സംഭവം നടക്കുന്നത്. സ്വന്തം അമ്മയെ വീട്ടിനുള്ളിൽ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയതിനു ശേഷം യാതൊരു ഭയവുമില്ലാതെ വീടിന് പുറത്തിറങ്ങിയ ക്രിസ്റ്റി എന്ന ഈ ചെറുക്കൻ അവിടെയുള്ള അയൽവാസിയോട് സ്കൂട്ടറിൽ ഒരു ലിഫ്റ്റ് ചോദിക്കുകയാണ്. എന്നെ ഒന്ന് പോലീസ് സ്റ്റേഷൻ വരെ കൊണ്ടുവിടുമോ എന്ന്. എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോൾ നിസാരമായി പറയാണ്, ഞാൻ എൻ്റെ അമ്മയെ കൊന്നു എന്ന്. അയാൾ ആദ്യം തമാശയായിട്ടാണ് കരുതിയത്. ചിരിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം നോക്കിക്കണ്ടത്. എന്നാൽ ഈ ചെറുക്കന്റെ കൈകളിലെ ചോരപ്പാടുകളും വസ്ത്രത്തിലെ ചോര മണവും കണ്ട് ചങ്ങായി നടുങ്ങിപ്പോയി. സ്റ്റേഷനിലേക്കുള്ള വഴിമധ്യേ അച്ഛനെ കാണുകയാണെങ്കിൽ തീർക്കണമെന്നുമായിരുന്നു ഈ ചെറുക്കന്റെ ഉദ്ദേശം. പാവം മനുഷ്യൻ എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടതാണ്. തങ്കച്ചൻ എന്നായിരുന്നു അച്ഛന്റെ പേര്. എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ പറയുകയാണ്, എന്നെ ഇങ്ങനെയൊക്കെ ആക്കിയത് എൻ്റെ വീട്ടുകാരാണെന്ന്. അത് ശരിയാണ്. ഈ ചെറുക്കനെ ബാംഗ്ലൂരിലെ ഉന്നത പഠനത്തിലേക്ക് അയച്ചിരുന്നു. അവിടുന്ന് തന്നെയാണ് ഇങ്ങനെയൊക്കെ ആയത്. ഒരുപാട് കഥകൾ നമ്മൾ ഇതുപോലെ കേട്ടിട്ടുണ്ട്. ബാംഗ്ലൂരിൽ ചെന്ന് പഠിച്ച് മക്കളുടെ താളം തെറ്റി തിരിച്ചു വരുന്നത്. അവിടെ നിന്നാണ് ക്രിസ്റ്റി മാരകമായ ലഹരിക്ക് അടിമപ്പെട്ടു പോയത്. BCA വിദ്യാർത്ഥിയായിരുന്നു. ഇയാളുടെ ലഹരിയുടെ ഉപയോഗം മൂലം പഠനം പാതി വഴിക്ക് ഉപേക്ഷിച്ചു. മക്കൾ പഠിച്ചു, നന്നായി പഠിക്കാനാണ് അങ്ങ് ബാംഗ്ലൂരിലേക്ക് അയച്ചത്. അങ്ങനെ ഈ മകനെ ഈ ഒരു അവസ്ഥയിൽ നിന്നും രക്ഷിക്കാൻ, ഈ ഒരു നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ അമ്മയും കുടുംബവും ഒരുപാട് പരിശ്രമിച്ചു. ഒരു മകളുണ്ടായിരുന്നു ഇവർക്ക്. ആ മകളെ വിവാഹം കഴിപ്പിച്ച് അയച്ചതിന് ശേഷം ലാളിച്ചു കൊഞ്ചിച്ച് വളർത്തിയ ഈ ഒരു മോനെ നല്ല നിലയിലാക്കാനുള്ള ശ്രമമായിരുന്നു പിന്നെ അമ്മ നടത്തിയത്. ആർക്കും ഇഷ്ടപ്പെടാത്ത തീരുമാനം. എന്ത് ഉപദേശിക്കേണ്ട നിലയിലായിരുന്നു പൊന്നുമോൻ ഇപ്പോൾ ഉള്ളത്. തെറ്റിപ്പോയി. ഉപദേശം കൊടുക്കേണ്ട സമയമല്ല ഇത്. ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓരോ മനുഷ്യരുടെയും ജീവിതത്തിൽ നിന്ന് നമുക്ക് ഓരോ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കുള്ളൂ. എന്നാൽ ആ വീട്ടിനുള്ളിൽ എന്നും തർക്കമായിരുന്നു. ഉപദേശങ്ങളൊന്നും മോനെ പിടിക്കുന്നില്ല. ലഹരി വാങ്ങിക്കാനുള്ള പണത്തിന് വേണ്ടിയുള്ള തർക്കമായിരുന്നു മിക്ക ദിവസവും. മകനെ നേരെയാക്കാനുള്ള ആ അമ്മ നടത്തിയ നിരന്തരമായ ആ ഉപദേശങ്ങൾ കേട്ടു മടുത്തു ചെറുക്കന്. ഇത് കേട്ട മകന് അമ്മയോട് പിന്നെ ഉള്ളത് പക മാത്രമായിരുന്നു. അവസരം കാത്തു നിൽക്കുകയായിരുന്നു ചെറുക്കൻ. നാട്ടുകാർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും ഏറെ ഇഷ്ടമായിരുന്നു ഗീതമ്മയെ. എന്നും പുഞ്ചിരിയോടെ മാത്രമായിരുന്നു ഗീതമ്മ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പ്രിയപ്പെട്ടവളായിരുന്നു. ഇവൻ സംഭവം നടത്തിയത് ഉറങ്ങാൻ തയ്യാറെടുക്കുകയായിരുന്ന ഗീതമ്മയെ കിടപ്പ് മുറിയിൽ വെച്ചാണ് മകൻ ആക്രമിച്ചത്. ഈ ഒരു കൊലപാതകം നടത്തുമ്പോൾ ഭർത്താവ് തങ്കച്ചൻ വീട്ടിലുണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ അമ്മയെ കൊന്നു എന്ന് കേളകം പോലീസ് സ്റ്റേഷനിലെ പോലീസിനോട് പറഞ്ഞപ്പോൾ ആദ്യം ആർക്കും വിശ്വസിക്കാനായില്ല. തുടർന്ന് പോലീസ് സംഘം ഇവന്റെ ദേഹത്തെ ചോരയുടെ മണം കണ്ട് പോലീസ് എത്രയും പെട്ടെന്ന് കുതിച്ച് പാഞ്ഞ് അവിടെ എത്തുകയായിരുന്നു. ചോരയിൽ കുളിച്ച് കിടക്കുന്ന ഗീതാമ്മയായിരുന്നു അവിടെ കണ്ടത്. സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെയാണ് നമ്മുടെ ഈ ദുനിയാവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ചെറുതിലെ ശ്രദ്ധിക്കുക, സ്നേഹിക്കുക, ലാളന കൊടുക്കാതിരിക്കുക. മക്കളെ ഒരു ഫ്രണ്ട്സിനെ പോലെ കണ്ട് ചിരിച്ചും കളിച്ചും അവരോടൊപ്പം ചേർന്ന് അവരുടെ മനസ്സ് മനസ്സിലാക്കുക, അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കുക, അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കുക, അവരുടെ മനസ്സറിഞ്ഞ് അവരെ വളർത്തുക. അല്ലെങ്കിൽ നമ്മൾ ഭയക്കേണ്ടി വരും. ലാളിച്ച് കൊഞ്ചിച്ചു വളർത്തിയ ഒക്കത്ത് നടത്തിയ പൊന്നുമോനാണിത് ചെയ്തത്. ലഹരി എന്ന വിപത്തിൽ നിന്നും എല്ലാവരെയും പടച്ചറബ് കാക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ മക്കളെയൊക്കെ പടച്ചറബ് നന്നാക്കി തരട്ടെ. പടച്ചറബേ, നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹ്യങ്ങളാക്കി തരണം റബ്ബേ, സ്വാലിഹത്താക്കി തരണം റബ്ബേ. നമ്മുടെയൊക്കെ ജീവിതവും മരണവും അല്ലാഹുവേ സന്തോഷത്തിലാക്കി തരണം റബ്ബേ. ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.